ഓണത്തിരക്കിലാണ് ലോകത്തെ മലയാളികൾ. തിരുവോണത്തിൻ്റെ ആരവങ്ങളിലേക്ക് മലയാളികളെ നയിച്ച ഉത്രാടപ്പാച്ചിൽ നടന്നു. സദ്യവട്ടം ഒരുക്കാനും ഓണക്കോടികൾ വാങ്ങാനുമുള്ള വലിയ തിരക്കിലായിരുന്നു നാടും നഗരവും പിന്നിട്ട് ജനങ്ങൾ. എല്ലാവരും ഇന്ന് ഒരുപാട് കടകളിൽ കയറി ഇറങ്ങുന്ന, വിപണികൾ ലക്ഷ്യമാക്കി നടക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓണത്തിരക്കിൻ്റെ വിവരങ്ങൾ കൃത്യമായി നൽകാൻ നമ്മുടെ പ്രതിനിധികൾ തയ്യാറായിട്ടുണ്ട്. അവരൊക്കെ തത്സമയം ചേരുകയാണ്. തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ നിന്ന് ഷെബീദ് റാവുത്തർ, അതുപോലെ കോഴിക്കോട് നിന്ന് മിഠായി തെരുവിൽ നിന്ന് ദീപക് തർമ്മടം, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, കോഴിക്കോട് നിന്ന് സെൻട്രൽ മാർക്കറ്റിൽ നിൽക്കുന്ന മിഥില ബാലൻ, ഇവരൊക്കെ നമുക്കൊപ്പം തത്സമയം ചേർന്ന് ഉത്രാടദിന കച്ചവടത്തിൻ്റെ വിശദാംശങ്ങൾ, വിപണി എങ്ങനെ ഉണരുന്നു എന്ന കാര്യവും നമ്മളെ അറിയിക്കാൻ ചേരുന്നു. ആദ്യം ചാല മാർക്കറ്റിലേക്ക് ഷെബീദ് റാവുത്തർ തത്സമയം ചേരുകയാണ്. ഷെബീദ്, ചാല മാർക്കറ്റിൽ ഇന്ന് രാവിലെ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാൽ ഉച്ചയോടെ വലിയ തിരക്കായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ എന്താണ് സ്ഥിതി? ഈ സമയത്ത് ഇപ്പോഴെന്താണ് സ്ഥിതി? ഷെബീദുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ചില സാങ്കേതിക പ്രശ്നമുണ്ട്. നമുക്ക് ഷെബീദുമായി ബന്ധപ്പെടാൻ കഴിയും. ആ സമയം നമുക്കപ്പം കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ദീപക് തർമ്മടം കൂടി ചേരുന്നു. ദീപക്, കോഴിക്കോട് മിഠായി തെരുവിൽ ജനനിബിഡമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മിഠായി തെരുവിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഓണത്തിൻ്റെ വിപണിയുടെ ദൃശ്യങ്ങൾ? SKN വെരി ഗുഡ് ഈവനിങ്. അതുപോലെ തന്നെ ഉത്രാടപ്പാച്ചലിൻ്റെ അവസാന ഓട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. മിഠായി തെരുവ് SM സ്ട്രീറ്റിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത് ഓണക്കാലത്താണ്. എല്ലാവരും ഓണത്തിന് കച്ചവടത്തിന് എത്തുമെന്നുള്ളതാണ്. നമുക്ക് ഈ വ്യാപാരികളോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് വൈബ്? എങ്ങനെയുണ്ട്? ദുരന്തത്തിന്റെയും ദുരിതത്തിന്റെയും കാലം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. ഓക്കെ, SKN ഇതാ ഒരു കുടുംബം ഇവിടെ പർച്ചേസിങ്ങിന് വേണ്ടി വന്നല്ലേ? എന്തൊക്കെ പർച്ചേസ് ചെയ്തു? ഒരുപാട് പർച്ചേസ് ചെയ്തു. ആണോ? അച്ഛന്റെ ക്യാഷെല്ലാം കളഞ്ഞോ? നാളെ എന്താ ഓണത്തിന് പരിപാടി? നാളെ ഓണത്തിന് സദ്യ, പൂക്കളം, അതൊക്കെ തന്നെ. സാധാരണ നമ്മളെ മലബാറിലെ സദ്യക്ക് മീൻ, ഇറച്ചിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. ഇതാ SKN നമുക്ക് കാണാം, വഴിവാണിഭക്കാരുടെ വലിയ കൊയ്ത്തിന്റെ കാലമാണ് ഈ ഓണക്കാലം. ഇതാ ഒന്ന് പ്രജ്വൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ കടകളിലും വലിയ തിരക്കാണ് നമുക്ക് കാണാം. അതൊരു കാര്യം, ഈ മലബാറിൽ ഈ സാധാരണ പുതുവസ്ത്രം മാത്രമല്ല, എല്ലാം ഓണത്തിന് പുതിയത് വാങ്ങിക്കുക എന്നുള്ളതാണ് പൊതുവിലെ രീതി. നമുക്കിതാ കാണാം, ചെരുപ്പ് കടയിൽ പോലും വലിയ തിരക്കാണ്. SKN ഇതാ SM സ്ട്രീറ്റിലെ ചെരുപ്പ് കടയിലെ തിരക്കാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയുണ്ട് കച്ചവടം? നന്നായിട്ട് പോകുന്നു. ഓണത്തിന് പൊതുവെ ചെരുപ്പും പുതിയത് മേടിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും അത് വാങ്ങിക്കല്ലോ. നമുക്ക് ഈ കടയിലുള്ള ഉപഭോക്താക്കളോട് കാണേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് പൊതുവെ? ചെരുപ്പ് മേടിക്കാൻ വന്നതാണോ? ഈ ഓണത്തിന് പുതിയ ചെരുപ്പ് മേടിക്കോ? ഇല്ല, ഓണത്തിന് ചെരുപ്പ് വാങ്ങിക്കുന്നല്ല, വെറുതെ ഇത് കൂടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന കടകളൊക്കെ കയറി നോക്കുക, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കുക, അത് തന്നെ. എങ്ങനെ നമ്മളെ ഓണം, ഈ പ്രാവശ്യത്തെ ഓണം വലിയ വൈബാണോ? അതെ, വൈബാണ്. നാളെ എന്തൊക്കെ പരിപാടി? നാളെ എന്താ, ബീച്ചിൽ പോവുക, ഇവിടെ ഫുള്ള് കറങ്ങുക, കോഴിക്കോട് ഫുള്ള് ബീച്ചിലാണ് നാളെ ഓണം അടിച്ചു പൊളിക്കാൻ പോകുന്നത് വൈകുന്നേരം. ഓക്കെ, SKN ഇതാണ് പൊതുവിലുള്ള അവസ്ഥ. നമ്മൾ പ്രജ്വൽ ഒന്ന് ക്യാമറ പാൻ ചെയ്താൽ കാണാം, SM സ്ട്രീറ്റിൽ വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഈ ഒരു വൈബ്, ഉത്രാടപ്പാച്ചിൽ അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണ് എന്ന് കാണണമെങ്കിൽ കോഴിക്കോട്ടെ SM സ്ട്രീറ്റിലേക്ക് തന്നെ വരണം. കാരണം ആബാലവൃദ്ധ ജനങ്ങൾ, വയോവൃദ്ധർ മുതൽ പിഞ്ചു കുട്ടികൾ വരെ ഈ ഓണത്തിൻ്റെ വൈബിന് വേണ്ടി എത്തുന്നത് ഈ മിഠായി തെരുവിലാണ്. SKN മിഠായി തെരുവിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ എന്നാലും വാഹനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. SKN ഏതായാലും ഓണം അടിച്ചു പൊളിക്കാൻ കോഴിക്കോട് ഒരുങ്ങിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. ഇനി തിരുവനന്തപുരത്തേക്ക് ചാല മാർക്കറ്റിൽ നിന്ന് ഷെബീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷെബീദ്, ചാലയിലെ ജനത്തിരക്ക് എങ്ങനെയാണ്? വിപണിയുടെ ഉണർവ് എത്രമാത്രം നന്നായിരിക്കുന്നു? ഒരുപാട് ആളുകൾ ഈ ഉത്രാടപ്പാച്ചിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ തിരുവോണം കെങ്കേമമാക്കാനുള്ള തത്രപ്പാട് പറയൂ. SKN ഉറപ്പായിട്ടും, കാരണം നമ്മൾ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോഴുണ്ടായിരുന്ന ആ ജനത്തിരക്കല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അവസാനഘട്ട ഓണപ്പാച്ചിലാണ് ചാലക്കമ്പോളം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തിരുവനന്തപുരത്തുകാർ ഒന്നാകെ ചാലക്കമ്പോളത്തിലേക്ക് എത്തിയൊരു പകലാണ് ഇന്ന്. നമുക്ക് ഈ ദൃശ്യങ്ങളിലെ ഈ ട്രാഫിക് ബ്ലോക്ക് തന്നെ, അല്ലെങ്കിൽ ഗതാഗത കുരുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും. ചാലക്കമ്പോളത്തിലേക്കുള്ള ഓരോ വഴികളും അത് ആ രീതിയിൽ ഈ വാഹനങ്ങൾ കൊണ്ടും മനുഷ്യരെയും കൊണ്ടൊക്കെ നിറഞ്ഞൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. SKN എല്ലാ തരത്തിലുള്ള സാധനങ്ങളും, അത് ഇപ്പോൾ പച്ചക്കറി ആണെങ്കിലും പലവ്യഞ്ജനമാണെങ്കിലും മറ്റ് ഡ്രസ് ഐറ്റങ്ങളാണെങ്കിലും മറ്റ് വീട്ടിലേക്കുള്ള ആവശ്യങ്ങളാണെങ്കിലും ഓണത്തിന് എന്തൊക്കെ വേണോ അത്തരം സാധനങ്ങളൊക്കെ അത് നമുക്ക് ഈ തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിൽ കിട്ടും. ഈ ചാലക്കമ്പോളമാണ് തിരുവനന്തപുരത്തുകാരുടെ ഓണം വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും. കാരണം അവർക്ക് അവശ്യ സാധനങ്ങളടക്കം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതിവിടെയാണ്. ഇപ്പോഴും
സജീവമാണ് ചാലക്കമ്പോളം. നമുക്ക് ഈ നമ്മളെ കടന്നു പോകുന്ന വാഹനങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും അത്രത്തോളം സജീവമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഈ ഇന്ന് രാത്രി വൈകിയും ഏറ്റവും കൂടുതൽ സജീവമാകുന്നത് പൂവിപണിയാണ്. അപ്പോൾ ആ പൂവിപണിയിലെ കാഴ്ച കൂടി നമുക്ക് മനസ്സിലാക്കാൻ നമുക്കൊന്ന് അവരോടൊന്ന് ചോദിച്ചറിയാം എസ്കേൻ. അതായത് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടം? വെറുതെ മോശമാണ്, വലിയ കച്ചവടമൊന്നുമില്ല. പഴയ ഓണം എന്ന് പറഞ്ഞാൽ ഈ ചാലക്കട മൊത്തം നിറഞ്ഞ ആൾക്കാർ നിറഞ്ഞിരിക്കും. ഇപ്പം പഴയ കച്ചവടം കാര്യമായിട്ട് ആൾക്കാരൊക്കെ ഒന്ന് സാധനം മേടിക്കുന്നുണ്ടല്ലോ. കാര്യം വലിയ വലിയ ബിസിനസ് വലിയ മോശമാണ്. ഒരു മോശമില്ല, സാധനങ്ങൾ വിലയും കൂടുതൽ, സാധനം കച്ചവടമില്ല. ഏതായാലും എസ്കേൻ അതാണ് ഇപ്പോൾ ഈ ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. ഇപ്പോൾ ഈ രാത്രി വൈകി നമുക്കിനിപ്പോൾ ഏതെങ്കിലും തരത്തിൽ വ്യാപാരം നടക്കുന്നത് പച്ചക്കറി ഒന്നുമല്ല, അത് ഈ പൂവിപണി തന്നെയാണ്. കാരണം നാളെ രാവിലെ തിരുവോണ ദിവസം അത്തപ്പൂ വിടാൻ, വീടിന് മുൻപിൽ അത്തപ്പൂക്കളം ഒരുക്കാൻ പൂ തന്നെയാണ് വേണ്ടത്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂ വിൽപ്പനശാല അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്നടക്കം കാര്യമായ രീതിയിൽ ഈ പൂവിപണി, പൂ എത്തുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ അടക്കം നമുക്കപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറച്ചധികം മോശമാണ്. പക്ഷേ എങ്കിൽ കൂടി കാര്യമായ ഓണാഘോഷം അത് തിരുവനന്തപുരത്തെ ഈ ചാലക്കമ്പോളത്തിലുണ്ട്. പലതരത്തിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇനി ഒരൊറ്റ രാത്രി കൂടിയാണ് തിരുവോണ ദിനം. എത്ര ദുഃഖങ്ങൾ ഉണ്ടായാലും ഈ തിരുവോണ ദിവസം മലയാളികളെ സംബന്ധിച്ച് അത് എത്രയും പരമാവധി കഴിയാവുന്ന തരത്തിലേക്ക് അവർ ആഘോഷിക്കുകയാണ്. അത് ഈ ചാലക്കമ്പോളത്തിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാരുടെ ആഘോഷമായി മാറുകയാണ്. സ്കെയിൻ. ഓക്കെ, ഷബീദ റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.